ഹലോ മക്കളെ, വെൽക്കം ടു ഫീനിക്സ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ കെമിസ്ട്രി ടീച്ചറാണ്. എൻ്റെ പേര് സ്വാതി. നമ്മുടെ 9ാം ക്ലാസ്സിലത്തെ മക്കളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോൾ 9th കെമിസ്ട്രിയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ കൊല്ലം ബുക്കൊക്കെ മാറി നിങ്ങൾക്ക് കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു സിലബസ് ആണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പം അടുത്ത വർഷം 10th നമ്മുടെ സിലബസ് കംപ്ലീറ്റ് മാറും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് തന്നെ അവിടെയും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ നന്നായി തറവായി പഠിച്ചു പോയാൽ അടുത്ത വർഷത്തിലേക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പം അടുത്ത വർഷം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീനിക്സ് ലേണിംഗ് ഉണ്ട്. നമ്മൾ ഗ്രൂപ്പ് ട്യൂഷൻസ് ആണ് കൂടുതലും ഇവിടെ എടുക്കുന്നത്. ഇൻഡിവിജ്വല് ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് ഫീസ് വഴി നോക്കുമ്പോൾ ഗ്രൂപ്പ് ട്യൂഷൻ ആകുമ്പോൾ നമുക്ക് അത്രയും ഫീസ് വരുന്നില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ഒരു ബാച്ചിൽ മാക്സിമം 5 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വെച്ചിട്ട് നിങ്ങളോട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കാൻ ടീച്ചേഴ്സ് ഓൾവേസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അവർക്ക് നിങ്ങൾ ഡൗട്ട് ചോദിച്ച് നമുക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ടീച്ചേഴ്സ് ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യും. അപ്പോൾ നമുക്ക് 10th വീക്ക്ലി ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും, റിവിഷൻ എക്സാംസ് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് ഉണ്ടാവും. അല്ലാത്ത 8th 9th ഒക്കെ ആണെങ്കിൽ അവർക്കും ചാപ്റ്റർ വൈസ് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവും. നിങ്ങൾക്ക് കറക്റ്റ് റിവിഷനൊക്കെ കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആക്കിയിട്ട് നമ്മൾ വിടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷന് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ നമ്മൾ ഷോർട്സിലൊക്കെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ 7th ചാപ്റ്ററാണ് അലോഹങ്ങൾ. ഓക്കെ, നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിൽ ബേസ് ചെയ്തിട്ട് 2 വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു, അതേപോലെ കാർബണിൻ്റെ അലോട്രോപ്സിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കാർബണിൻ്റെ സംയുക്തങ്ങളെ പറ്റിയിട്ട് കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ കാർബണിൻ്റെ സംയുക്തങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നത് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അല്ലേ? അപ്പം അത് എഴുതാം. പിന്നെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണിത്. അതേപോലെ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടല്ലോ, CaCO3. ഇതിൽ കാർബൺ ഉണ്ട് അല്ലേ? കാർബൺ അടങ്ങിയ ഒരു സംയുക്തമാണ്. പിന്നെ സോഡിയം കാർബണേറ്റ് അല്ലേ, Na2CO3, സോഡിയം കാർബണേറ്റ് ആണ്. പിന്നെ അതേപോലെ സോഡിയം ബൈകാർബണേറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, NaHCO3 ആണ് സോഡിയം ബൈകാർബണേറ്റ്. പിന്നെ അതേപോലെ കാർബോണിക് ആസിഡ് H2CO3 എന്താണ്? കാർബോണിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഇവയിൽ കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തങ്ങൾ ഏതൊക്കെ? നമ്മളിപ്പോൾ എഴുതിയതിൽ എല്ലാത്തിലും കാർബണും ഓക്സിജനും ചേർന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ എക്സാമ്പിൾസ് വരിക. ആദ്യമായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കാർബണും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ പറഞ്ഞു കാർബണിന്റെ കുറെ അലോട്രോപ്സ്, വിവിധ രൂപാന്തരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ രൂപാന്തരങ്ങളിൽ ഈ കാർബണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർബണിക സംയുക്തങ്ങളോ വായുവിൽ ജ്വലനം നടത്തുമ്പോൾ അല്ലെങ്കിൽ വായുവിൽ കത്തുമ്പം വായുവിലുള്ള ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. മനസ്സിലായല്ലോ? കാർബണിന്റെ ഏതെങ്കിലും സംയുക്തങ്ങളോ നമ്മുടെ വായുവിൽ കത്തുമ്പോൾ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അതേപോലെ കാർബൺ മോണോക്സൈഡ് എന്ന ഗ്യാസും അതിൻ്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയിട്ടും കാർബൺ മോണോക്സൈഡിനെ പറ്റിയിട്ടും പഠിക്കാം. അപ്പോൾ ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പരീക്ഷണശാലയിലെ നിർമ്മാണത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എന്താണ് ഇവിടെ എടുത്തിരിക്കുന്നത്? നേർപ്പിച്ച HCl ഉണ്ട് അല്ലേ? ഇവിടെ നേർപ്പിച്ച HCl ഉണ്ട്. അതിലേക്ക് എന്തോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ അവിടെ അടി കിടക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ് ആണ്.
അപ്പോൾ ഇവിടെ ആരൊക്കെ തമ്മിലാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നത്? കാൽഷ്യം കാർബണേറ്റും ഡയല്യൂട്ട് HCl കൂടിയിട്ട് അല്ലേ? അപ്പോൾ റിയാക്ഷൻ നടത്തുമ്പോൾ അവിടെ എന്തോ ഒരു ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. ആ ഗ്യാസ് ഈ ഒരു ട്യൂബിലൂടെ പോയിട്ട് ഇവിടെ ഒരു ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ഗ്യാസ് ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അഭികാരകങ്ങൾ ഏതെല്ലാം എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 141 ഒരു ചിത്രമാണ് കേട്ടോ. അതിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്റ്റൻസ് ആരൊക്കെ? അഭികാരകങ്ങൾ നിങ്ങൾക്കിത് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. അഭികാരകങ്ങൾ ആരൊക്കെ അവിടെ റിയാക്ട് ചെയ്യുന്നത്? നേർപ്പിച്ച HCl-ഉം കാൽഷ്യം കാർബണേറ്റും അല്ലേ? അപ്പം നമുക്ക് എഴുതാം CaCO3യും ഡയല്യൂട്ട് HCl-ഉം ആണ് ഇവിടുത്തെ അഭികാരകങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. നമുക്ക് ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം ഒന്ന് എഴുതിയാലോ? CaCO3 plus HCl gives CaCl2 plus H2O plus ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? CO2. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു വാതകം ഉണ്ടാവുന്നു. വാതകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് വാതകം ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്യാം. അതായത് CaCO3 പ്ലസ് ഇവിടെ 2HCl വരും കേട്ടോ. 2HCl gives CaCl2 plus H2O plus CO2. ഓക്കെ, അപ്പോൾ അത് ബാലൻസ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചോദ്യം ഇവിടുന്ന് വരാൻ സാധ്യത ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ മനസ്സിലായല്ലോ? കാൽഷ്യം കാർബണേറ്റും HCl-ഉം കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാതകം ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇവിടെ ഉണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയാം? നമുക്കൊരു വാതകം കിട്ടി, നമുക്ക് കാണുമ്പോൾ അറിയില്ല അല്ലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന്. അപ്പൊ അതാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? കാൽഷ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലഭിക്കുന്നു. അത് നമുക്ക് മനസ്സിലായി അല്ലെ? ഏതായിരുന്നു ഇക്വേഷൻ? കാൽഷ്യം കാർബണേറ്റ് അല്ലെ? കാൽഷ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കിട്ടുന്നു അല്ലേ? അതിന്റെ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? CaCl2 plus H2O-യും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊരു കാർബൺ ഡൈ ഓക്സൈഡ് വാതകം തന്നെ ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ വാതകത്തെ നമ്മൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടാൽ ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാകുന്നു. ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. ഇതാണ് ചുണ്ണാമ്പ് വെള്ളം. അപ്പം ഈ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ നമ്മൾ എന്തിനെ കടത്തിവിടണം? അവിടെ ഗ്യാസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? നമ്മൾ ഗ്യാസ് ജാറിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ അല്ലെങ്കിൽ ഈ നമുക്ക് കിട്ടിയ ഗ്യാസിനെ നമ്മൾ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിടും. അപ്പൊ എന്താണ് സംഭവിക്കുക? ഈ ചുണ്ണാമ്പ് വെള്ളം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളമായിരിക്കും. അത് പാൽ നിറമാകുന്നു. അതൊരു മിൽക്കി വൈറ്റ് കളർ ആവുന്നു. മിൽക്കി വൈറ്റ് ആവും, പാൽ നിറമാവും. അങ്ങനെ പാൽ നിറമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഉണ്ടായ വാതകം ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആവില്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു കൺഫർമേഷൻ ടെസ്റ്റ് ആണ് കേട്ടോ അത്. നമുക്ക് കിട്ടിയ വാതകം ഏതൊരു റിയാക്ഷനിലായാലും നമുക്ക് കിട്ടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് തിരിച്ചറിയുന്നത് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിലൂടെ കടത്തിവിട്ടിട്ടാണ്. അത് പാൽ നിറമാവുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കും, കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചറിയുന്ന വിധം എങ്ങനെയാണ് എന്നൊക്കെ ചോദ്യം വരും കേട്ടോ. അല്ലെങ്കിൽ ഈ റിയാക്ഷൻ തന്നിട്ട് ഇതിലുണ്ടായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയും ചോദിക്കും. എങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചറിയുന്ന വിധം എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഓക്കെ,
അടുത്തതായിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉപയോഗങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് അല്ലെങ്കിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് അല്ലെങ്കിൽ അഗ്നിശമനികളിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അഗ്നിശമനികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റൽസിലും ബിൽഡിങ്സിലൊക്കെ, വലിയ വലിയ ബിൽഡിങ്സിലൊക്കെ ഇതുപോലത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് സിലിണ്ടറിലാക്കിയിട്ട് തൂക്കിയിട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് സോഡ വാട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. സോഡ വാട്ടറിലും പിന്നെ അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. സോഡ വാട്ടറും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ തുടക്കുമ്പോൾ ഒരു പതഞ്ഞ് പൊങ്ങി വരും അല്ലേ, ബബിൾസ് വരും. അതെന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് കേട്ടോ. പിന്നെ അലക്കുകാരം അല്ലെങ്കിൽ വാഷിംഗ് സോഡയിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ് സോഡയുടെ എന്താ പറയുക, കെമിക്കൽ ഫോർമുല ഒന്ന് പഠിച്ചു വെച്ചോളൂ. Na2CO3 10H2O ആണ് വാഷിംഗ് സോഡ. അതേപോലെ ബേക്കിംഗ് സോഡയിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡയുടെ നിർമ്മാണത്തിലും. NaHCO3 ആണ് ബേക്കിംഗ് സോഡ. അടുത്തതായിട്ട് യൂറിയ, മാനുഫാക്ചർ ഓഫ് യൂറിയ പോലുള്ള രാസവളങ്ങളുടെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആരെ? കാർബൺ ഡൈ ഓക്സൈഡിന്. യൂറിയ എന്ന് പറയുന്ന രാസവളമാണ്, അറിയാലോ. ഇതിന്റെ മാനുഫാക്ചറിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കാർബോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. കാർബോജനിൽ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ 95% ഓക്സിജനും ബാക്കി 5% കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പൊ കാർബോജൻ എന്തിനാ ഉപയോഗിക്കുന്നത്? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് വേണ്ടിയിട്ട്, കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാർബോജൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതൊരു യൂസ് ആണ് കേട്ടോ. പിന്നെ ഡ്രൈ ഐസ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയാ. ഡ്രൈ ഐസ് ഉപയോഗിക്കുന്നത് ഈ സ്റ്റേജ് ഷോസിലൊക്കെ ഇങ്ങനെ പുക നിറഞ്ഞ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഐസ് ഉപയോഗിക്കും. സ്റ്റേജ് ഷോസ് കണ്ടിട്ടുണ്ടല്ലോ, അത് ശരിക്കും സ്മോക്ക് അല്ല, ഈ ഡ്രൈ ഐസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, ഒരു പുക നിറഞ്ഞ ആ ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മൾ ഈ സ്നോ വേൾഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും ഐസ് അല്ല, അത് ഡ്രൈ ഐസ് ആണ് കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ജ്വലനം അല്ലെങ്കിൽ കമ്പസ്റ്റൻ നടക്കുമ്പോൾ, കമ്പസ്റ്റൻ എന്താണ്? ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്താ വാതകങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഹീറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് കമ്പസ്റ്റൻ നടത്തുന്നത്. കമ്പസ്റ്റന്റെ റിസൾട്ട് ആയിട്ട് ഈ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, അതിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇനി അവിടെ ഒരു ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ആണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലനം പൂർണ്ണമായിട്ട് നടക്കാതെ വരിക. എങ്ങനെ ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ആരാണ്? ഓക്സിജൻ ആണ്. കമ്പസ്റ്റന് സഹായിക്കുന്ന ഗ്യാസ്, ഹെൽപ്പ് ചെയ്യുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. അപ്പൊ കാർബണിന്റെ ജ്വലനം നമ്മൾ ഇപ്പൊ ഒരു കോളോ ഒക്കെ കമ്പസ്റ്റൻ നടത്തുകയാണ്. അപ്പൊ കോക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, കാർബൺ ആണ് അല്ലെ. അത് കാർബണിന്റെ ഒരു രൂപാന്തരമാണ് കോളൊക്കെ. അപ്പൊ ഈ കോള് നമ്മൾ കത്തിക്കുമ്പോൾ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇനി സപ്പോസ് ഈ കാർബണിന്റെ അളവ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറവാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു വിറകടുപ്പ് കത്തിക്കാന്ന് വിചാരിക്കുക. വിറക് കത്തുമ്പോൾ അവിടെയും കാർബൺ സംയുക്തങ്ങളാണ് കത്തുന്നത്. അപ്പോൾ വിറക് കത്തുമ്പോൾ അവിടെ കാർബണിന്റെ അളവ് വളരെ കൂടുതലോ അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാണ്ട് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, ഓക്സിജൻ കിട്ടാണ്ട്, അതായത് വേണ്ട വിധത്തിൽ വായുസഞ്ചാരം ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്.
ഈ കാർബൺ മോണോക്സൈഡ് അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഈ ഒരു ഗ്യാസും ഉണ്ടാവും. ഇത് വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ് ഇസ് എ പോയിസണസ് ഗ്യാസ്. വിഷവാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പോൾ വണ്ടികളിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പം അവിടെ വേണ്ട വിധത്തിൽ എയർ സർക്കുലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ഗ്യാസ് അവിടെ ഉണ്ടാവും? കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ഉണ്ടാവും, വിഷവാതകങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈ കാർബൺ മോണോക്സൈഡും അതേപോലെ സൾഫറിന്റെ ഓക്സൈഡ്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു വിഷവാതകം എങ്ങനെയാണ്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ വിഷവാതകം ആവുന്നത് എന്ന് നോക്കാം. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ രക്തത്തിലെ ഹിമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ച് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാകുന്നു. എങ്ങനെയാ സംഭവിക്കുന്നത്? ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുമല്ലോ, അപ്പോൾ നമ്മുടെ രക്തത്തിലെ ഹിമോഗ്ലോബിൻ ഒരു പിഗ്മെന്റ് ആണ് അല്ലെ, ഹിമോഗ്ലോബിൻ, അതുമായിട്ട് പ്രവർത്തിച്ച് എന്തുണ്ടാവുന്നു? കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാവുന്നു. കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാവുന്നു. ഈ കാർബോക്സിൻ ഹിമോഗ്ലോബിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിന് എന്തിന്റെ കഴിവുണ്ട്? നമ്മുടെ രക്തം ഓക്സിജനെ വഹിച്ച് നമ്മുടെ പല ഓർഗൻസിലേക്കും എത്തിക്കും അല്ലേ? ഓക്സിജനെ വഹിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട് നമ്മുടെ രക്തത്തിന്. അപ്പം ഈ കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഓക്സിജനെ വഹിക്കാനുള്ള ഒരു കഴിവ് രക്തത്തിന് നഷ്ടമാവും, അതെങ്കിൽ കുറയും. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ, നമ്മുടെ ഓർഗൻസിനും നമ്മുടെ ബ്രെയിനിനും ഇന്റേണൽ ഓർഗൻസിനും ഒക്കെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാണ്ട് വരും. അങ്ങനെ ആകുമ്പം ആൾക്കാരുടെ മരണത്തിനും അത് ഇടയാക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആവുന്നത്. ഇങ്ങനെയാണ്, നമ്മൾ അത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ, നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ഹിമോഗ്ലോബിനുമായിട്ട് കൂടി ചേർന്നിട്ട് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാവും. ഈ കാർബോക്സി ഹിമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിന്റെ ഓക്സിജനെ വഹിച്ച് വിവിധ അവയവങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു കഴിവിനെ കുറയ്ക്കും. അതുവഴി ആ ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കുകയും ചെയ്യും. ഓക്കെ, ഇനി കാർബൺ മോണോക്സൈഡിന്റെ കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം. ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഫ്യൂവലായിട്ട് അല്ലെങ്കിൽ വാതക ഇന്ധനമായിട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ്ലി, രണ്ടാമതായിട്ട് നമ്മൾ വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും ഒരു മിക്സ്ചറാണ്. അപ്പോൾ വാട്ടർ ഗ്യാസിന്റെയും പിന്നെ അതേപോലെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും കൂടി മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? വാട്ടർ ഗ്യാസ് എന്താ, പ്രൊഡ്യൂസർ ഗ്യാസ് എന്താന്നൊക്കെ ചോദിക്കും കേട്ടോ. അടുത്തതായിട്ട് മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹ നിർമ്മാണത്തിനെയാണ് പറയുന്നത്. അപ്പൊ മെറ്റലർജിയിൽ നമ്മൾ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റലർജി എന്ന് പറഞ്ഞാൽ ലോഹ നിർമ്മാണം. അപ്പൊ ലോഹ നിർമ്മാണത്തിന്റെ സമയത്ത് ചില ലോഹങ്ങളുടെ റിഫൈനിങ് നടക്കുമ്പോൾ നമ്മൾ അതിനെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് അവിടെ കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉപയോഗങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? വാതക ഇന്ധനമായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഗ്യാസ്, അതായത് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറാണ് വാട്ടർ ഗ്യാസ്, അതിന്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡും നൈട്രജനും അതിന്റെ മാനുഫാക്ചറിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലോഹ നിർമ്മാണത്തിന്റെ സമയത്ത് ഒരു നിരോക്സീകാരിയായിട്ട്, ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമ്മൾ കാർബൺ മോണോക്സൈഡിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്തത് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും.
അപ്പോൾ നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കാർബൺ അടങ്ങിയ സംയുക്തങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള സംയുക്തങ്ങളെ പറ്റി എഴുതാൻ പറഞ്ഞു അല്ലേ. അതിൽ നമ്മൾ കാൽഷ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളാണ് ആര്? കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. എക്സാമ്പിളായിട്ട് വാഷിംഗ് സോഡ അല്ലെങ്കിൽ അലക്കുകാരം. വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്താണ്? Na2CO3 10H2O. ഇതിനെ നമ്മൾ എന്ത് വായിക്കും? സോഡിയം കാർബണേറ്റ് ആണ് ആര്? വാഷിംഗ് സോഡ. അതേപോലെ അപ്പക്കാരം, ബേക്കിംഗ് സോഡ, അപ്പക്കാരത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? NaHCO3. ഇത് സോഡിയം കാർബണേറ്റ് അല്ല, സോഡിയം ബൈകാർബണേറ്റ്. NaH വരുന്നുണ്ടല്ലോ, അപ്പം സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയും. അതാണ് അപ്പക്കാരം, ബേക്കിംഗ് സോഡ. അടുത്തൊരു കാർബണേറ്റ് ആണ് മാർബിളിനെ നമ്മൾ CaCO3 ആണ് കേട്ടോ. അതിന്റെ കെമിക്കൽ ഫോർമുല കാൽഷ്യം കാർബണേറ്റ്. അതാണ് മാർബിൾ. ഓക്കെ, മാർബിൾ ഏതാണ്? കാൽഷ്യം കാർബണേറ്റ്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളൊക്കെ കാർബോണിക് ആസിഡിന്റെ ലവണങ്ങളാണ്. ഓക്കെ, അപ്പം കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും ഏത് ആസിഡിന്റെ ലവണങ്ങളാണ്? കാർബോണിക് ആസിഡിന്റെ ലവണങ്ങളാണ്. കാർബോണിക് ആസിഡ് ആണ് കേട്ടോ അത്. കാർബോണിക് ആസിഡിന്റെ ലവണങ്ങളാണ്, സോൾട്സ് ആണ് ആര്? കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അടുത്തത് കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം. അപ്പൊ നമുക്കൊരു സോൾട്ട് തന്നു, നമുക്കൊരു വാച്ച് ഗ്ലാസ്സിൽ കുറച്ച് സോൾട്ട് തന്നു. സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേബിൾ സോൾട്ട് അല്ല കേട്ടോ, ഒരു പൊടി തന്നു. അതിനെയാണ് നമ്മൾ സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൊടി തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, തന്നിരിക്കുന്നത് കാർബണേറ്റ് ആണോ ബൈകാർബണേറ്റ് ആണോ, അല്ലെങ്കിൽ കാർബണേറ്റ് സോൾട്ട് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. കാർബണേറ്റ് സോൾട്ട് ആണോ തന്നിരിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഈ കാർബണേറ്റ് സോൾട്ട് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇടും. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സൊല്യൂഷൻ കിട്ടി അല്ലേ? ഈ സോൾട്ടിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മൾ കുറച്ച് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യണം. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ കുറച്ച് ബേരിയം ക്ലോറൈഡ് സോൾട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡിസോൾവ് ചെയ്യുക. അപ്പം നമുക്ക് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ കിട്ടും. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന സോൾട്ടിന്റെ സൊല്യൂഷൻ ആണ് കേട്ടോ ഇത്. ഇതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ വെളുത്ത അവക്ഷിപ്തം കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബണേറ്റ് ആണ് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ആണോ അല്ലേ എന്ന് നമുക്ക് കാർബണേറ്റ് ആവാം, ആവാതിരിക്കാം, അങ്ങനെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് HCl കൂടി ആഡ് ചെയ്യണം. ഡൈല്യൂട്ട് HCl ഈ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഇത് ലയിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിസോൾവ് ചെയ്യും. അതായത് ഈ വെളുത്ത അവക്ഷിപ്തം ഈ HCl ഡിസോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ഒരു കാർബണേറ്റ് ആണ് എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് പ്രോസസ്സ്? ഒന്നുകൂടി പറയാം. ഈ സോൾട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ സോൾട്ടിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഡിസോൾവ് ചെയ്തിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കി. അതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ്, ഈ പേരൊന്നും മറന്നു പോകരുതേ, ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഒഴിക്കണം. അപ്പൊ നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക് ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഒരു കട്ടയായിട്ട് കിടക്കും, സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അത് ഈ HCl ലയിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? തന്നിരിക്കുന്ന സോൾട്ട് ഒരു കാർബണേറ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും.
അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 142 ഇങ്ങനെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന ലവണ ലായനിയിലേക്ക് ബേരിയം ക്ലോറൈഡ് ലായനി ചേർക്കുക. എന്ത് നമുക്ക് നിരീക്ഷിക്കാം? നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും അല്ലേ? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് നിഗമനത്തിൽ എത്താൻ പറ്റില്ല അല്ലേ? കാർബണേറ്റ് ആവാം എന്ന് പറയാം. കാർബണേറ്റ് ആവാം, ആവാതിരിക്കാം. ചാൻസ് ഉണ്ട് അല്ലെ? കാർബണേറ്റ് ആവാൻ ഒരു ചാൻസ് ഉണ്ട്. ഇനി ഉണ്ടായ വെളുത്ത അവക്ഷിപ്തത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക. എന്ത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വെളുത്ത അവക്ഷിപ്തം ലയിക്കുന്നു. അങ്ങനെ ലയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ലവണം എന്ന് പറയുന്നത് ഒരു കാർബണേറ്റ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. കാർബണേറ്റ് ആണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ലയിക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ, അതാണ് പറയുന്നത്. വെളുത്ത അവക്ഷിപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നുവെങ്കിൽ തന്നിരിക്കുന്ന ലവണം കാർബണേറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 143 ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിന്റെ സവിശേഷതകൾ ടിക്ക് ചെയ്യുക. നമുക്ക് നിറമുണ്ട്, നിറമില്ല. കാർബൺ ഡയോക്സൈഡിന് നിറമുണ്ടോ? ഇല്ല അല്ലേ? ഇനി ജ്വലന സഹായിയാണ്, ജ്വലന സഹായി അല്ല. ജ്വലനത്തെ സഹായിക്കുന്നില്ല അല്ലെ? ജ്വലന സഹായി അല്ല. തീ കെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത്. ഗന്ധമുണ്ട്, ഗന്ധമില്ല. ഗന്ധമുണ്ടോ? കാർബൺ ഡയോക്സൈഡിന് ഗന്ധമില്ല. വായുവിനേക്കാൾ സാന്ദ്രത കുറവ്. സാന്ദ്രത കൂടുതലാണ് കേട്ടോ. ഇനി ജലീയ ലായനി അസിഡിക് ആണോ ബേസിക് ആണോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് നമ്മൾ ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ സോഡ വാട്ടർ കുടിക്കുന്നുണ്ട് അല്ലേ? സോഡ എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ? അത് അസിഡിക് ആണ് കേട്ടോ. അപ്പം ജലീയ ലായനി ഇത് ജലത്തിൽ ലയിപ്പിക്കുന്ന നമുക്ക് കിട്ടുന്നത് കാർബോണിക് ആസിഡ് ആണ്. കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു മൈൽഡ് ആസിഡ് ആണ്. അത് അസിഡിക് ആണ് കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. അസിഡിക് ആണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ജലീയ ലായനി അസിഡിക് ആണോ ബേസിക് ആണോ എന്ന്. അസിഡിക് ആണ്. കാരണം എന്താണ്? കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് കാർബോണിക് ആസിഡ് ആണ്. അപ്പൊ അത് അസിഡിക് ആണ്. സോഡ വാട്ടർ ആണ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡ വാട്ടർ ആണ്. അപ്പൊ സോഡ വാട്ടറിൽ ഏത് ഗ്യാസ് ആണ് ഡിസോൾവ് ചെയ്യുന്നത് ചോദിച്ചാൽ പറയണം കാർബൺ ഡയോക്സൈഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. അലക്കുകാരത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? Na2CO3 10H2O. ഇനി കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ചേർന്ന് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ എന്ത് പേര് പറയും? വാട്ടർ ഗ്യാസ് എന്ന് പറയും. ഇനി അപ്പക്കാരം NaHCO3. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? കാർബണേറ്റ് ലവണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? കാർബണെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പൊ നമ്മൾ എന്താണ് കാർബണേറ്റുകളെയും ബൈകാർബണേറ്റുകളെയും പിന്നെ കാർബണിന്റെ സംയുക്തങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് പഠിച്ചത്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് കേട്ടോ. ഈ ചാപ്റ്ററിലെ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നോട്ട്സ് എഴുതി പഠിക്കുക. അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും നോട്ട് എഴുതി പഠിക്കുമ്പോൾ. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നൈട്രജനെ പറ്റിയിട്ടും ബാക്കി നോൺ മെറ്റൽസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.